ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനമാണ് ഇന്നു മുതൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. വെറും 4 അധ്യായങ്ങൾ മാത്രമുള്ള ചെറിയ ഒരു ലേഖനമാണിത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രാജാവ് സ്ഥാപിച്ചതാണ് ഫിലിപ്പിയ ദേശം. ഇത് ഗ്രീസിൻ്റെ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ മക്കദോനിയയ്ക്ക് കിഴക്ക് അഭിവൃദ്ധി പ്രാപിച്ചതായ ഒരു നഗരമായിരുന്നു. സ്വർണ്ണഖനികൾ കൊണ്ട് പ്രസിദ്ധമായ ഒരു പ്രദേശമായിരുന്നിത്. ഇവിടെ യഹൂദർ ഒരു ചെറിയ ന്യൂനപക്ഷമായിരുന്നു. ഇവിടെയും പൗലോസ്ലീഹ തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ഇവിടെ സഭ സ്ഥാപിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം റോമിൽ കാരാഗ്രഹവാസിയായിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്നത്. കണക്കാക്കുമ്പോൾ ഏകദേശം AD 60-62 കാലഘട്ടങ്ങളിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1-ാം അധ്യായം ആരംഭിക്കുന്നത് ബിഷപ്പുമാരെയും പുരോഹിതന്മാരെയും ശുശ്രൂഷകരെയും ചെമ്മാച്ചന്മാരെയൊക്കെയും വിശ്വാസികളെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അപ്പം ആ കാലത്ത് സഭയുടെ പ്രാരംഭകാലം മുതൽ തന്നെ ഈ സ്ഥാനങ്ങളൊക്കെ സഭയിലുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു സഭാ ഭരണകർത്താവിൽ നിന്ന് വിശ്വാസികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു നന്ദി പ്രകടനം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള വലിയ അഭേദ്യമായ സ്നേഹബന്ധം എന്തെന്ന് ഈ ലേഖനത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരെ സദാ അദ്ദേഹം പ്രാർത്ഥനയിൽ ഓർക്കുന്നതായും അവരുടെ സ്മരണയിൽ ജീവിക്കുന്നതായും ഒക്കെ ഇവിടെ പ്രത്യേകമായി എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു ബന്ധം ഇന്ന് സഭാ ഇടയന്മാരും വിശ്വാസികളും തമ്മിലുണ്ടോ? അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? ഒരു പ്രൊഫഷണലായി മാത്രം ഈ ശുശ്രൂഷയെ കാണുന്ന രീതിയിലേക്ക് പലപ്പോഴും അധപ്പതിച്ചു പോകുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം കാരാഗ്രഹത്തിൽ ആയിരിക്കുമ്പോഴാണ് ഈ സുവിശേഷം എഴുതുന്നത്. അന്ന് അദ്ദേഹം നമ്മൾ വായിക്കുന്നു, മശിഹായെ പ്രസംഗിക്കുന്നതിൽ 2 കൂട്ടരുണ്ട്. ഒന്ന്, ചില ആളുകൾ സ്വന്തം മനസ്സോടും സ്നേഹത്തിൽ നിറഞ്ഞ് അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം കർത്താവിന് വേണ്ടി പ്രസംഗിക്കുന്നവരുണ്ട്. വേറെ ചില ആളുകളുണ്ട്, അവർ യാതൊരു പരമാർത്ഥതയുമില്ലാതെ കക്ഷി രാഷ്ട്രീയ താൽപ്പര്യത്തോടെ സ്വന്തം കക്ഷിയിൽ ആളുകളെ ചേർക്കുവാൻ മശിഹായെ പ്രസംഗിക്കുന്നവരുമുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞത് 2 ആയിരുന്നാലും പ്രസംഗിക്കപ്പെടുന്നത് കർത്താവായതിനാൽ ഞാൻ സന്തോഷിക്കപ്പെടുന്നുവെന്നാണ്. 2 ഉദ്ദേശമാണ്. ഒന്ന്, ക്രിസ്തുവിന് വേണ്ടി നിസ്വാർത്ഥമായി ആ സുവിശേഷം പ്രചരിക്കണമെന്നുള്ള താല്പര്യത്തോടെ ഒരു കൂട്ടർ അവിടെ പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ തങ്ങളുടെ കക്ഷിയിൽ ആളുകളെ കൂടുതൽ ചേർത്ത് കൂടുതൽ ആളുകൾ ഞങ്ങൾക്കാണെന്ന് കാണിക്കുവാൻ വേണ്ടി ആത്മാർത്ഥതയില്ലാതെ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവരുമുണ്ട്. അത് ഈ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം ആ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ കൂട്ടുന്നതിന് വേണ്ടിയൊക്കെ ദൈവനാമം എടുത്ത് ഉപയോഗിക്കുന്ന ഹീനമായ ഒരു പ്രവർത്തനം അന്നും അക്കാലത്തും ഇക്കാലത്തുമുണ്ട്. പൗലോസ്ലീഹ പറയുന്നത് 2ലും ഞാൻ സന്തോഷിക്കുന്നു. കാരണം അവരുടെ ഉദ്ദേശം എന്തായിരുന്നാലും പ്രസംഗിക്കപ്പെടുന്നത് കർത്താവിനെ കുറിച്ചാണല്ലോ. അതുകൊണ്ട് അവരെയും അദ്ദേഹം അവിടെ എതിർക്കുന്നില്ല. ഇനിയും 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ പ്രതികൂലമായ സാഹചര്യം തൻ്റെ രക്ഷയ്ക്ക് ഉപയുക്തമാകുമെന്നും
ജീവിച്ചിരുന്നാലും മരിച്ചാലും താൻ വഴിയായി മശിഹ തൻ്റെ ശരീരത്തിൽ മഹത്വപ്പെടണമെന്ന ഏക ആഗ്രഹമാണ് തനിക്കുള്ളതെന്നും വളരെ വ്യക്തമായി അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് 21-ാം വാക്യമാണ് പൗലോസ്ലീഹായുടെ വാസ്തവത്തിൽ അദ്ദേഹത്തിന് മുദ്രാവാക്യമായിട്ടത് കാണാം. ഞാൻ ജീവിക്കുന്നെങ്കിൽ എന്നിൽ ജീവിക്കുന്നത് മശിഹായാണ്, ഞാൻ മരിക്കുന്നതെങ്കിൽ അതെനിക്ക് ലാഭമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ജീവിച്ചാലും ഞാൻ മരിച്ചാലും ക്രിസ്തുവിലാണ്. ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിന് വേണ്ടി ഞാൻ മരിക്കും. അതെനിക്കൊരു വലിയ ലാഭം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അതിന് കാരണം 23-ാം വാക്യത്തിൽ കാണാൻ പറ്റും. കാരണം ഞാൻ മരിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. അത് ഏറ്റവും അത്യുത്തമമായ ഒരു അനുഭവമാണ്. 2 കാര്യങ്ങളാൽ ഞാൻ ഞരങ്ങുന്നുവെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. 1 ജീവിച്ചിരിക്കണോ, 2 മരിക്കണോ. ജീവിച്ചിരുന്നാൽ ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ പ്രവർത്തനങ്ങൾ എനിക്ക് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചേക്കും. അതെൻ്റെ ഒരു ലക്ഷ്യമാണ്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. എന്നാൽ മരിച്ച ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായൊരവസ്ഥയാണ്. അത് അത്യുത്തമമെന്ന് ഞാൻ കരുതുകയാണ്. അതായത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പൗലോസിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് ഇവിടെയുണ്ട്. ഒരു വിശ്വാസി മരിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിക്കുന്നവൻ്റെ അവസ്ഥ എന്തെന്ന് പൗലോസ്ലീഹ അവിടെ വ്യക്തമാക്കുന്നു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആ സ്വർഗീയ രഹസ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ. അതുകൊണ്ട് അദ്ദേഹത്തിന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യാശ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശ്വാസി മരിച്ചാൽ കർത്താവിൻ്റെ കൂടെയായിരിക്കും. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവൻ്റെ കൂടെ പോകാൻ സാധിക്കുന്ന ശ്രേഷ്ഠമായൊരവസ്ഥയാണിത്. അപ്പം മശിഹായിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ മശിഹായുടെ കൂടെ സജീവമായിരിക്കും എന്ന ആ വലിയ സത്യം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇനിയും 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഐക്യത്തിനും വിശ്വാസ സംരക്ഷണത്തിനും വേണ്ടിയുള്ള വലിയ ആഹ്വാനമാണ്. അതുകൊണ്ട് സുവിശേഷത്തിന്, അപ്പോൾ ഒന്നാമത് അദ്ദേഹം പറയുന്നത് സുവിശേഷം അഥവാ ക്രിസ്തുവിന് ചേർന്ന വിധം നിങ്ങൾ നടക്കണം. ജീവിത രീതി ക്രിസ്തുവിന് ചേർന്ന രീതിയിലായിരിക്കണം. 2 അദ്ദേഹം പറയുന്നു, എൻ്റെ സാന്നിധ്യത്തിലും എൻ്റെ അസാന്നിധ്യത്തിലും നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണം, വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ നിലനിൽക്കണം, വിശ്വാസത്യാഗം നിങ്ങൾ ഒരിക്കലും സംഭവിക്കരുത്. 3-ാമത് അദ്ദേഹം പറയുന്നു, അങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോൾ വിശ്വാസ വിപരീതികളെ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതായ സാഹചര്യമുണ്ടാവില്ല. നിങ്ങളുടെ അങ്ങനെ ധൈര്യപൂർവമായ നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ രക്ഷയ്ക്കും വിശ്വാസ വിപരീതികളുടെ നാശത്തിനും കാരണമായി ഭവിച്ചുകൊള്ളും. 29-30 വാക്യങ്ങളിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നു, ക്രൈസ്തവ ജീവിതം എപ്പോഴും സമാധാനപൂരിതമായിരിക്കുകയില്ല. തന്നെ പോലെ പീഡകൾ യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് സഹിക്കേണ്ടതായി വരും. ആ സഹനം ദൈവികമായ ഒരു വലിയ വരമാണെന്ന് അദ്ദേഹം ഫിലിപ്പിയരെ ഉദ്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ദൈവം നൽകുന്ന വലിയ വരമായി അതിനെ കാണുവാനും അതിൽ നമ്മൾ കാട്ടുന്ന സഹനം, വിശ്വാസത്തിൻ്റെ സ്ഥിരത നമുക്ക് ദൈവരാജ്യത്തിൽ മഹത്വത്തിന് കാരണമായി തീരുമെന്നും ഉള്ള ബോധ്യത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ഇത് സഹിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതാണ് യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുമ്പോൾ പോലും നമ്മൾ നിരാശയിലും ദുഃഖത്തിലൊക്കെ വീണു പോകുന്നുണ്ട്. കാരണം വിശ്വാസത്തിൻ്റെ
വലിയ സ്ഥിരത നമുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വിശ്വാസ സ്ഥിരതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ അദ്ദേഹം ധൈര്യപ്പെടുത്തുന്ന, പ്രബോധിപ്പിക്കുന്ന ലേഖനമാണിത്. അപ്പം ഈ പൗലോസ്ലീഹയുടെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുവാനും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനും നമുക്കിടയാകണം. അതിന് പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ.